ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടനയ്ക്ക് പകരം രാജ്യത്ത് മനോധർമ്മം കൊണ്ടുവരാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് തെലങ്കാന മന്ത്രി അനസൂയ സീതാക്ക. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ദുഃഖവെള്ളിയിൽ വയനാടൻ ചുരത്തിൽ നടത്തുന്ന കുരിശിന്റെ വഴിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ക്ലീൻ കേരള നാഷണൽ കോൺക്ലേവിൽ ഹരിതഭവനത്തിന് അംഗീകാരം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. ഭരണഘടനയ്ക്ക് പകരം രാജ്യത്ത് മനുധർമ്മം കൊണ്ടുവരാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് തെലങ്കാന മന്ത്രി അനസൂയ സീതാക്ക. കോഴിക്കോട്ട് നടക്കുന്ന ത്രിവർണോത്സവത്തിൽ ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ത്രിവർണോത്സവത്തിൽ ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണം ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ സംഘടിപ്പിച്ചു. തെലങ്കാന മന്ത്രി അനസൂയ സീതക്ക ഉദ്ഘാടനം ചെയ്തു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള താൻ MLAയും മന്ത്രിയുമൊക്കെയായിട്ടുണ്ടെങ്കിൽ അത് മഹത്തായ രാജ്യത്തിന്റെ ഭരണഘടനയുള്ളതുകൊണ്ട് മാത്രമാണെന്ന് അവർ പറഞ്ഞു. ആ ഭരണഘടനയാണ് ഇന്ന് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈയൊരു സന്ദർഭത്തിലാണ് അതിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും രാജ്യത്തെ എല്ലാവരുടെയും പ്രധാന ഉത്തരവാദിത്തമാണതെന്നും സീതക്ക കൂട്ടിച്ചേർത്തു. Constitution. We are fighting for unity of the India, unity of the nation. We are fighting for the who are not raising their voice. We are the voice. That's why this is the time to fight, because BJP wala creating so much of problem in the society, dividing rule like a Britishers also in India, they ruled 200 years, but they are not united us. They always creating some problems within our India, within our communities. We fighting with us each other. So same thing, British ruling like this in India, BJP wala, in religious differences, within caste differences. Within India, they are creating so much deviation. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. KNA ഖാദർ, ഡോക്ടർ ഹരിപ്രിയ, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശീതൾ രാജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ DCC സെക്രട്ടറി സുരേഷ്, DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന് സ്വർണ്ണമോതിരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വില്യാപ്പള്ളിയിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഡോക്ടർ KB മേനോൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധ കർമ്മ പദ്ധതി ഏപ്രിൽ 30-നകം ഓരോ ഗ്രാമപഞ്ചായത്തിലും തയ്യാറാക്കുമെന്നും പകർച്ചവ്യാധികളെ വലിയ തോതിൽ കുറയ്ക്കാൻ പദ്ധതി സഹായകരമാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത് ആന്റിബയോട്ടിക് ആണ്, അമോക്സിലിൻ. കോവിഡ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലമാണെങ്കിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടത്. ഇൻഫെക്ഷൻ പിന്നീട് ബാക്ടീരിയ മൂലം ഉണ്ടാകുമ്പോൾ ആന്റിബയോട്ടിക് ഉപയോഗിച്ചാൽ. അപ്പൊ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വന്നാൽ, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വന്നാൽ നമ്മൾ ഇവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തും. ആവശ്യമുള്ള മരുന്ന് മാത്രമാണോ നൽകിയത്, അനാവശ്യമായ മരുന്ന് നൽകിയിട്ടുണ്ടോ, അങ്ങനെ കൃത്യം മരുന്ന് മാത്രമേ ഇവിടെ നൽകുകയുള്ളൂ. ഇനി കഴിഞ്ഞില്ലെങ്കിലോ അതും
മിടുക്കനായ ആരോഗ്യ വിഭാഗം. കെ പി കുഞ്ഞമ്മദ്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിജുള, തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേന്ദ്രൻ, FHC മെഡിക്കൽ ഓഫീസർ KM ജ്യോതി, മുൻ MLA പാറക്കൽ അബ്ദുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. ദുഃഖവെള്ളിയിൽ വയനാട് ചുരത്തിൽ നടത്തുന്ന കുരിശിന്റെ വഴിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ഗത്സമേൽ ഗ്രോട്ടോയിൽ ഫാദർ ജോയ് ചെറുവത്തൂർ പീഠാനുഭവ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. അടിവാരി ഗ്രോട്ടോയിൽ നിന്നും രാവിലെ മുതൽ തന്നെ കുരിശും ചുംബിച്ച് കയ്പ് രുചിച്ച് വിശ്വാസികൾ ഒരു വഴിയായി യാതൊരു മാർഗദർശനവും കൂടാതെ ഉണ്ടാകാത്തവരും പ്രാർത്ഥന ഉരുവിട്ട് ചുരത്തിലെ കാനപറകൾ താണ്ടി നടന്നു നീങ്ങുന്നു. ദുഃഖവെള്ളിയാഴ്ചയിലെ കർമ്മങ്ങൾ ഇപ്രകാരമായിരിക്കും. ആദ്യം അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്ന് രാവിലെ 7 മണിക്ക് റവർ ഫാദർ ജോയി ചെറുവത്തൂർ VC വിൻസെൻഷൻ ആശ്രമം പുതുപ്പാടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പീഡാനുഭവ പ്രാർത്ഥനകളും സന്ദേശങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 9:30 മണിക്ക് റവറൻ ഡോക്ടർ ജോസി താമരശ്ശേരി ദുഃഖവെള്ളി സന്ദേശം നൽകും. തുടർന്ന് യേശുവിന്റെ ഗാഗുൽത്ത മലയിലേക്കുള്ള പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ച് അടിവാരം ഗത്സമേൻ ഗ്രോട്ടോ മുതൽ ലക്കിടി മൗണ്ട് സീനായി ദേവാലയം വരെ ഫാദർ തോമസ് തുണ്ടത്തിലിന്റെയും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴി നടത്തും. ആ കുരിശിന്റെ വഴിയിലാണ് ഈശോയുടെയും മാതാവിന്റെയും ഭക്തശ്രീകളുടെയും വെറോനിക്ക, ഷമയോൻ തുടങ്ങിയ യഹൂദ വേഷം ധരിച്ച പീഡാനുഭവ യാത്രയിൽ വലിയ മരക്കുരിശ് വഹിച്ച യേശുവും മാതാവും ശീമയോനും വെറോനിക്കയും ഭടന്മാരും ഭക്തസ്ത്രീകളും ഉൾപ്പെടുന്ന യഹൂദ വേഷധാരികൾ കുരിശിന്റെ വഴിയുടെ മുൻപിൽ അണിനിരക്കും. 51 പേരടങ്ങുന്ന വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ തോമസ് തുണ്ടത്തിൽ, ഫാദർ ഷിൻഡോ അരഞ്ഞാനിയിൽ, ഫാദർ അൻവിൻ മണ്ണൂർ, ഫാദർ ടീജോ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. കുരിശിന്റെ വഴി യാത്രയ്ക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഫാദർ തോമസ് തുണ്ടത്തിൽ CMI, ഫാദർ അൻവിൻ മണ്ണൂർ CMI, ജോസ് അഗസ്റ്റിൻ കീപ്പുറത്ത് പാല, ടിൻഡു ജേക്കബ് കോഴിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്ക്. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വിഷു ഈസ്റ്റർ മേള. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ചേമഞ്ചേരി കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ, സിൽക്ക്, ജോട്ട് എന്നിവയിൽ തീർത്ത സാരികൾ, കലംകരി, ചുങ്കിടി, കോച്ചമ്പള്ളി തുടങ്ങിയ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത വായ്പ. ഖാദി വിഷു ഈസ്റ്റർ മേള ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വരും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി.
കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ക്ലീൻ കേരള നാഷണൽ കോൺക്ലേവിൽ ഹരിതഭവനത്തിന് അംഗീകാരം. വൃത്തി 2025 കോൺക്ലേവിൽ പ്രശംസാപത്രവും ഫലകവും മന്ത്രി MP രാജേഷ് ഹരിതഭവനം പ്രവർത്തകർക്ക് കൈമാറി. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ ഹരിതഭവനങ്ങളും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളുമാക്കുന്ന പദ്ധതി എന്ന രീതിയിലാണ് ഹരിതഭവനം വൃത്തി 2025 ശ്രദ്ധ നേടിയത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുടർ പ്രവർത്തനങ്ങളും പദ്ധതിയെ വ്യത്യസ്തമാക്കി. ഹരിതഭവനം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. മാലിന്യ സംസ്കരണം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സ്വയം പര്യാപ്തമായ ഘടകങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റുന്ന പദ്ധതി. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഫലകവും പ്രശംസാപത്രവും കൈമാറി. ഹരിതഭവനത്തിന്റെ ഭാരവാഹികളായ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, സെക്രട്ടറി ZA സൽമാൻ, IT കോർഡിനേറ്റർ PK വികാസ്, സരസ്വതി ബിജു, മിനി ചന്ദ്രൻ, പ്രിയേഷ് വാസുദേവൻ, സ്വപ്ന കോട്ടക്കുഴി എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തദ്ദേശ ഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് IAS തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പോസ്റ്ററും ദേശീയ സരസ് മേളയുടെ ലോഗോയും പ്രകാശനം ചെയ്തു. മന്ത്രി റിയാസ് പ്രകാശനം നിർവഹിച്ചു. സരസ് മേളയുടെ ലോഗോ മേയർ ബീന ഫിലിപ്പ് ഏറ്റുവാങ്ങി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 3 മുതൽ 12 വരെയാണ് കോഴിക്കോട് ബീച്ചിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ പ്രചരണ പോസ്റ്ററും പ്രമോ വീഡിയോയും മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. വികസന തീരമണഞ്ഞ് കോഴിക്കോട് എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. എന്റെ കേരളം മേളയ്ക്കൊപ്പം നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ലോഗോ മന്ത്രി മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന് നൽകി പ്രകാശനം ചെയ്തു. സർക്കാരിന്റെ 4 വർഷത്തെ വികസന കാഴ്ചകളുടെ പ്രതിഫലനമാകണം മേള എന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഇപ്പോ മേളയുടെ ഒരു പ്രാഥമിക ലേഔട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 161 സ്റ്റോളുകളാണ് അല്ലെ നിലവിൽ ലഭിക്കുക എന്നാണ് മനസ്സിലാക്കില്ലേ? അങ്ങനെ പറഞ്ഞു അല്ലെ? അതെ, 190-ലേറെ സ്റ്റോൾ റിക്വയർമെന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ പ്രീ ഇവന്റ് എന്നുള്ള നിലയിൽ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ വിദ്യാർത്ഥികൾ, ചിത്രകലാധ്യാപകർ, പ്രാദേശിക കലാകാരന്മാർ എന്നിവരെ ഉൾപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ വികസന വരകൾ എന്ന പേരിൽ ഒരു സമൂഹ ചിത്രരചന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും മികച്ചവരായ ഒരു 200ഓളം പേരെ പങ്കെടുപ്പിച്ച് ബീച്ചിൽ വലിയൊരു ക്യാൻവാസിൽ ജില്ലയിലെ പ്രധാന വികസന പദ്ധതികൾ ചിത്രീകരിക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിലെ വിവിധ വകുപ്പുകളെ നമുക്ക് ഏകോപിപ്പിച്ചു പോകണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സഹകരണ വകുപ്പൊക്കെ അതിന്റെ മുഖ്യ ചുമതല എടുക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. MLAമാരായ PTA റഹീം, തോട്ടത്തിൽ രവീന്ദ്രൻ, KM സച്ചിൻ ദേവ്, KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, ലിൻഡോ ജോസഫ്, EK വിജയൻ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ ഒരു നാടൊരുക്കുന്ന മാഡ് മെഗാ ഷോ ഏപ്രിൽ 17 വൈകിട്ട് 6 മണിക്ക് കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കണമെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് സന്ദേശമുയർത്തിയാണ് ഷോ നടത്തുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഫുൾ ലെങ്തിൽ ഒരു ഡ്രാമയായിട്ട് കൺസിഡർ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വിഷയമാണ്. പക്ഷെ അതെത്രത്തോളം ആളുകൾക്ക് ഒരു ആസ്വാദ്യത കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ്, മാജിക് അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സുകളും
ചേർത്തുകൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ ഡ്രാമ, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നുള്ള നിലയിൽ, ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നുള്ള നിലയിലാണ് ഞാനത് കൺവിൻസ് ചെയ്യുന്നത്. അതിൽ ശരിക്കും ലഹരിക്ക് എതിരെ എന്ന് പറയുമ്പോൾ വെറും ലഹരി എന്നുള്ളതല്ല, നമ്മുടെ പാരന്റിങ് കൂടി അതിനുള്ളിൽ വരുന്നുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസിന്റെ സഹകരണത്തോടെ നോ നെവർ ക്യാമ്പയിന്റെ ഭാഗമായി കക്കോടി നവദർശന റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 1 മണിക്കൂർ നീളുന്ന മെഗാ ഷോ അവതരിപ്പിക്കുന്നത്. 130ഓളം കുടുംബാംഗങ്ങൾക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും തലക്കുളത്തൂർ CMM ഹൈസ്കൂളിലെ SPC വിദ്യാർത്ഥികളും നാട്യശ്രീ കിഴക്കുമുറിയിലെ നർത്തകരുമാണ് മെഗാ ഷോയിൽ അണിനിരക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ A. ഉമേഷ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഷോ ഉല്ലാസ് മാവിലായിയാണ് സംവിധാനം ചെയ്തത്. മെഗാ ഷോ ഏപ്രിൽ 17-ന് കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30 അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മനോജ് കുമാർ ചീക്കപ്പറ്റ, കൺവീനർ നാസർ പുന്നോളി, ഷോ ഡയറക്ടർ ഉല്ലാസ് മാവിലായി, ട്രഷറർ A. പ്രമേഷ്, സെക്രട്ടറി MS രവികുമാർ മഞ്ചേരിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രഥമ JNU ബിരുദദാന ചടങ്ങ് ഏപ്രിൽ 17-ന് നടക്കും. കോളേജ് സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ JNU വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. നമുക്കറിയാം, അതായത് ഇപ്പോൾ ഈ നമ്മുടെ NEP 2020 പ്രകാരം ഇത്തരത്തിൽ അക്കാഡമിക് കൊളാബറേഷനുള്ള സാധ്യതകളുണ്ട്. ആ അക്കാഡമിക് കൊളാബറേഷനെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നതിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അത്തരത്തിലുള്ള വലിയൊരു സാധ്യത കൂടെ നമ്മൾ കേരളത്തിൽ അത് പ്രായോഗികമായി നടപ്പാക്കപ്പെടുകയാണ് എന്നുള്ള ഒരു സവിശേഷത കൂടി ഇതിനുണ്ട്. അക്കാദമിക സഹകരണത്തിനായി JNUവും മാഗ്കോമും ധാരണാപത്രം ഒപ്പിട്ടതിനെ തുടർന്നാണ് മാഗ്കോമിൽ JNU സർട്ടിഫിക്കറ്റോട് കൂടിയ PG ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സ് ആരംഭിച്ചത്. NIT കാലിക്കറ്റ്, മഖൻലാൽ ചതുർവേദി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഭോപ്പാൽ എന്നീ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി കൂടി അക്കാദമിക സഹകരണത്തിലാണ് മാഗ്കോം എന്നും ദേശീയ തലത്തിലുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളുമായി ചേർന്ന് പരിശീലനവും പ്ലേസ്മെന്റും ഉറപ്പാക്കാനും മാഗ്കോമിന് പദ്ധതിയുണ്ടെന്നും മാഗ്കോം സാരഥികൾ അറിയിച്ചു. പ്രഥമ ബിരുദദാന ചടങ്ങിൽ പ്രജ്ഞാ പ്രവാഹ് നാഷണൽ കോർഡിനേറ്റർ J. നന്ദകുമാർ, JNU അസോസിയേറ്റ് പ്രൊഫസർ റീത്ത സോണി AL തുടങ്ങിയവർ സംബന്ധിക്കും. ഏപ്രിൽ 17-ന് കോളേജ് സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ JNU വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാഗ്കോം ഡയറക്ടർ NK അനുരാഗ്, ഗവേണിംഗ് ബോഡി അംഗങ്ങളായ TV വേണുഗോപാൽ, ഹരീഷ് കടയപ്രത്ത്, M. സുധീന്ദ്രകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുന്നു. സമാപന സമ്മേളനം ഏപ്രിൽ 19-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കലാഭാരവാഹികൾ പറഞ്ഞു. ഒട്ടേറെ പരിപാടികൾ കോഴിക്കോട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒട്ടേറെ കലാകാരന്മാരെ ആവശ്യമായ പ്രോത്സാഹനം നൽകാൻ വേണ്ടി സാംസ്കാരിക മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. 80 വർഷമാണ്. കുറെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 19-ാം തീയതി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് അതിന്റെ സമാപന സമ്മേളനമാണ് അന്ന് നടക്കുന്നത്. കലയുടെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഏപ്രിൽ 19-ന് തിരശ്ശീല വീഴും. കോഴിക്കോട് ട്രേഡ് സെന്ററിൽ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരിപാടിയിൽ മലബാർ ഗ്രൂപ്പ് കമ്പനി ചെയർമാൻ MP അഹമ്മദ്, പത്മഭൂഷൺ KS ചിത്ര, പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവരെ മുഖ്യമന്ത്രി ആദരിക്കും. MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി V നായരും ശ്രീകാന്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തശില്പം, ഗായകൻ NG ശ്രീകുമാരും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിശയ, റിമി ടോമിയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും അരങ്ങേറും. ചടങ്ങിൽ കലാപ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, കോഴിക്കോട് MP MK രാഘവൻ, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവരും സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, സെക്രട്ടറി അഡ്വക്കേറ്റ് KP അശോക് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അത്യാധുനിക സൗകര്യങ്ങളോടെ 7.5 കോടി രൂപ ചിലവഴിച്ച് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച ലീഡർ ശ്രീ K കരുണാകരൻ മന്ദിരം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തതോടനുബന്ധിച്ച് ഇൻകാസ് ഷാർജ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. മുതിർന്ന ഇൻകാസ് നേതാവ് അഡ്വക്കേറ്റ് YA റഹീം ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് ഷാർജ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മന്തങ്കാവ് അധ്യക്ഷത വഹിച്ചു. രഞ്ജൻ ജേക്കബ്, നവാസ് തേക്കട, റോയ് മാത്യു, AV മധു, അഡ്വക്കേറ്റ് അൻസാർ വയലാർ, GB ബേബി, ജിജു P തോമസ്, ഷാജി വടകര, അഡ്വക്കേറ്റ് അജിത് കുമാർ, ഷഫീഖ് പുതുക്കുടി, സുബിൻ രാജ് വാഗയാട്, ബാനു പ്രകാശ്, ഷിബി ജേക്കബ്, ശ്രീനിവാസൻ ആയഞ്ചേരി എന്നിവർ സംസാരിച്ചു. ശശി തരൂർ MPയുമായി ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി കൂടിക്കാഴ്ച നടത്തി. തപാൽ വകുപ്പുമായി സഹകരിച്ച് അനാഥ മന്ദിരത്തിലെ അന്തേവാസികൾക്ക് വിഷു കൈനീട്ടവും വിഷു കോടിയും നൽകിയതും, ആഘോഷ അവധിവേളകളിൽ അമിത വിമാന നിരക്കിൽ നിന്നും മോചനത്തിനായി കപ്പൽ സർവീസ് ആരംഭിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങളും തന്നെ ഏറെ ആകർഷിച്ചതായി ശശി തരൂർ MP പ്രതികരിച്ചു. തപാൽ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ കവറിൽ വിഷുക്കൈ നീട്ടവും ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പും ശശി തരൂർ MPക്ക് കൈമാറി. CC മനോജ്, CMA പ്രസിഡന്റ് K ആനന്ദമണി എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനയ്ക്ക് പകരം രാജ്യത്ത് മനുധർമ്മം കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നതെന്ന് തെലങ്കാന മന്ത്രി അനസൂയ സീതാക്ക. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ദുഃഖവെള്ളിയിൽ വയനാടൻ ചുരത്തിൽ നടത്തുന്ന കുരിശിന്റെ വഴിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ക്ലീൻ കേരള നാഷണൽ കോൺക്ലേവിൽ ഹരിതഭവനത്തിന് അംഗീകാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.